വിഷുവിട്ട് എന്ത് ചെയ്യുന്ന നീ പറയുന്നേ? വിശ്വനാഥൻ അമ്മാളുവിന്റെ കുഞ്ഞിന്റെ മരണത്തിന് പിന്നിലില്ല എന്ന് സുധിയെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു ജയന്തി. പക്ഷേ മനസ്സിൽ പ്ലാൻ ചെയ്തത് ഇതാണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയി. ചെവളയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന ആംബ്രോസിനെ പുറത്താക്കുന്ന ചെവള 1.5 ഇഞ്ച് നീളമുള്ള പേനാക്കത്തിയുമായി ചെവളെ ചിരയ്ക്കാൻ വന്നിരിക്കുന്നു. നിരാശയുടെ പുറത്ത് വെറുതെ മറ്റുള്ളവരെ സംശയിക്കരുത്. കുഞ്ഞിന്റെ പേരിൽ നിരഞ്ജനയും വിശ്വനാഥനും തമ്മിൽ വാക്കുതർക്കം. രാത്രി മഴ തുടരുന്നു. അമ്മാളുവിന്റെ സിസേറിയൻ നടക്കാൻ പോകുന്ന വിവരം അമ്മ അച്ഛനെ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടതാ. നിനക്ക് വേറെ പണിയൊന്നുമില്ല ജയന്തി. എന്നെ ന്യായീകരിക്കാനൊന്നും നീ ശ്രമിക്കണ്ട. എന്തെങ്കിലും ചെയ്താൽ അത് ചെയ്തു എന്ന് പറയാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. ഇവരുടെ മുന്നിൽ എന്റെ നിരപരാധിത്വം ഏറ്റുപറയാൻ ഞാൻ തയ്യാറല്ല. അതിനേക്കാൾ ഭേദം മരണമാണ്. ഏതോ വീട്ടുവേലക്കാരി പെണ്ണിന്റെ കൊച്ചിന്റെ അമ്മയാവാൻ വേഷം കെട്ടി ഗർഭനാടകം കളിച്ച ഭാര്യ, ഒരു അഡ്വക്കറ്റാണെന്ന നിലയും വിലയും മറന്ന ജന്മം, ഒരു ഭർത്താവ് വന്ന് നിൽക്കുന്നു. കുഞ്ഞ് ജനിക്കില്ലെന്ന് നിലവിളിച്ച് അന്യന്റെ കുഞ്ഞിനെ കൊണ്ട് അച്ചാന്ന് വിളിപ്പിക്കാൻ വെമ്പി നിൽക്കുന്ന നാണവും മാനവും ഇല്ലാത്തവൻ. നിനക്കൊക്കെ എന്റെ മുന്നിൽ വന്ന് വെല്ലുവിളിക്കാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത്? എന്നെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് നീ കിട്ടിയ വേഷം അഴിച്ചു വെച്ച് ഭർത്താവിനെ കൊണ്ടുപോയി ചികിത്സിക്കടി. അവരുടെ നാവടപ്പിക്കാൻ വിശ്വേട്ടന് കഴിഞ്ഞു. പക്ഷെ സത്യം എന്താണെന്ന് എന്നോട് പറയണം. നിനക്ക് എന്ത് സത്യം അറിയേണ്ടത്? ഇനി നീയായിട്ടൊന്നും ബാക്കി വെക്കണ്ട. ആ കുഞ്ഞിന്റെ മരണത്തിന് പിന്നിൽ ഞാനാണോ നിനക്കറിയണം, അതല്ലേ? എനിക്ക് കുറ്റബോധം ഉണ്ട്. സന്തോഷം കൊണ്ട് ആ സമയം വിശ്വേട്ടനെ ഒന്ന് വിളിച്ചു പറയാനാ എനിക്ക് തോന്നിയത്. നീ കൊച്ചു കുട്ടികളെ പോലെ സംസാരിക്കല്ലേ ജയന്തി. കുഞ്ഞിനെ ഇല്ലാതാക്കണമെങ്കിൽ എന്റെ കോള് വേണോ വർമ്മയ്ക്ക്? അയാളത് നേരത്തെ പ്ലാൻ ചെയ്യില്ലേ? വർമ്മ സാറിന് വിശ്വേട്ടന് എന്തെങ്കിലും സൂചന കൊടുത്തിരുന്നോ? ഇക്കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ് ജയന്തി. ആ പെണ്ണും രക്ഷപ്പെടില്ലെന്നാണ് ഞാൻ കരുതിയത്. ആയുസിന്റെ ബലം കൊണ്ട് അവള് രക്ഷപ്പെട്ടു. വിശ്വേട്ടൻ ഇതിൽ സന്തോഷിക്കുന്നുണ്ടല്ലേ? മനസ്സ് തുറന്നു പറയട്ടെ, എനിക്ക് സന്തോഷമുണ്ട്. ഒരു കുഞ്ഞിനെ എന്റെ കുടുംബത്തിലേക്ക് വലിച്ചു കയറ്റേണ്ട സാഹചര്യമൊന്നും ഇപ്പൊ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാ അപ്പൊ ചിന്തിക്കാം. പക്ഷേ 6 മാസം ഗർഭാഭിനയിച്ച നിരഞ്ജനേനെയും അവൾ അനുഭവിക്കണം. അവന് വേണ്ടി വേഷം കിട്ടിയതല്ലേ. ഒടുവിൽ ഇത് തന്നെ സംഭവിക്കുമെന്ന് ഞാൻ അന്നേ കരുതിയതാ. എന്തായിരുന്നു അവന്റെ പെർഫോമൻസ്? എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഭാര്യ 2.5 മാസം പ്രഗ്നന്റാണെന്ന് പ്രഖ്യാപിച്ചത് ഞാൻ മറന്നിട്ടില്ല. ഇപ്പോഴും മനസ്സുകൊണ്ട് നിന്റെ മോൻ മറന്നിട്ടില്ല. മകൻ അച്ഛനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ഇനിയും അവൻ പഠിച്ചിട്ടില്ല. അവരിവിടം വിട്ട് പോകുന്ന ഉറപ്പാ. ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. ഓട്ടടി, എന്തിനി തടയണം കഥയില്ലാത്ത 2 ജന്മങ്ങളെ? കിടന്നിട്ട് ഉറക്കം വരാതെയാ എഴുന്നേറ്റ് പോകുന്നത്. നമുക്കത് വിധിച്ചിട്ടില്ലെന്ന് കരുതാം. നമുക്കല്ല, എനിക്ക്. സുധി എന്തിന് എന്റെ കൂടെ ചേരണം? ഭാഗ്യം കെട്ടവളെന്ന് ആശ്വസിക്കാനും പറ്റില്ല. ഭാഗ്യക്കേടെന്നേ തിരിച്ചറിഞ്ഞവളാ ഞാൻ.
ഒരു പെണ്ണിന്റെ സ്വപ്നങ്ങൾ പൂത്തുലയുന്ന കൗമാരത്തിൽ തന്നെ ആ തിരിച്ചറിവ് എനിക്കുണ്ടായതല്ലേ. എന്തിനെന്നറിയാത്തൊരു ജന്മം. ആർക്കു വേണ്ടി ജീവിക്കണം, എന്തിനു വേണ്ടി ജീവിക്കണം എനിക്കറിയില്ലായിരുന്നു. പഠിക്കുന്ന കാലത്ത് ആൺകുട്ടികളിൽ നിന്ന് ഒരുപാട് ദൂരം അകന്നു നിന്നു. പ്രണയം പ്രകടിപ്പിച്ചവർ ഒരുപാട് പേരുണ്ടായിരുന്നു. അവർക്കൊക്കെ നിരഞ്ജന പഠിത്തത്തിൽ കവിഞ്ഞ് ഒന്നുമല്ലാത്തൊരു പുസ്തക പുഴുവായിരുന്നു. അങ്ങനൊരു പേരും എനിക്കുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എന്റെ മനസ്സിന്റെ പുസ്തകത്താളിൽ ആരും അറിയാതെ ഒരു മയിൽപ്പീലി ഞാനും സൂക്ഷിച്ചു വെച്ചു. എന്റെ നൊമ്പരങ്ങൾ ഞാൻ കരഞ്ഞു തീർത്തു. ലോ കോളേജിൽ ചേർന്നിട്ടാണ് ഒരു ലക്ഷ്യബോധമൊക്കെ എനിക്കുണ്ടായത്. ഞാൻ ജീവിക്കുന്നത് കുറച്ച് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണെന്നുള്ള തോന്നൽ ഉണ്ടാക്കിയെടുത്തു. കുറച്ച് സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ അങ്ങനെ തോന്നിയതാ. ആർക്കും പിടികൊടുക്കാതെ ഞാൻ ജീവിച്ചു. വക്കീലായി, തിരക്കുകളുടെ നാളായി. 40 കൊല്ലം വരെ അങ്ങനെ ജീവിച്ചു പോണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താനായിരുന്നു ആഗ്രഹം. അവളും ഞാനും നല്ല ഫ്രണ്ട്സിനെ പോലെ കഴിയുന്ന കാലങ്ങൾ ഞാൻ ഓർത്തിട്ടുണ്ട്. ആദ്യം വരുന്ന പ്രപ്പോസൽ സുധിയുടേതായിരുന്നു. സത്യത്തിൽ ഞാൻ അതിനൊരു വിലയും കൽപ്പിച്ചില്ല. പിന്നെ നിരഞ്ജന എന്തായിരുന്നെന്ന് സുധിക്കറിയാലോ. വീട്ടുകാരോട് പക വീട്ടാനാണ് സുധി എന്നെ വിവാഹം കഴിച്ചതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. എന്നെ ചതിച്ച പുരുഷനായിരുന്നു സുധി. പക്ഷെ ഈ മനസ്സിലെ നന്മ തിരിച്ചറിഞ്ഞതോടെ എന്റെ ആ നൊമ്പരം ഇല്ലാതായി. ഇപ്പോഴും നിരഞ്ജനയ്ക്കൊരു സ്ഥാനം തന്ന് നിലനിർത്തിയേക്കുന്നത് സുധിയുടെ നല്ല മനസ്സ്. അതിലെനിക്ക് നന്ദിയുണ്ട്. ഒരു പുരുഷനും സ്ത്രീക്കും നല്ല ഫ്രണ്ട്സായി എത്ര കാലം വേണമെങ്കിലും ജീവിക്കാം. പക്ഷെ ഭാര്യ ഭർത്താക്കന്മാർക്ക് അതിന് കഴിയില്ല. ഞാനത് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാ ആ കുഞ്ഞ് നമുക്കിടയിലേക്ക് വന്നത്. ആ പ്രതീക്ഷയെ അണഞ്ഞു. ഇനി നമ്മൾ ഇങ്ങനെ തുടരുന്നതേ അർത്ഥമില്ല. അർത്ഥശൂന്യമായ ഈ ജീവിതയാത്ര നമുക്ക് അവസാനിപ്പിക്കാൻ സുധി. അതിനൊരാൾ മാത്രം തീരുമാനമെടുത്താൽ പോരല്ലോ. നീ അവിടെ ചെന്ന് കച്ചടയുണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞു. അവസാനമായിട്ട് ഞാനൊരു കാര്യം പറയാനാ വന്നത്. നിങ്ങൾ അവനെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഞാൻ അവനെ കൊല്ലും. അവന്റെ കൈ നടി മേടിച്ചിട്ട് വന്നിട്ട് നിന്ന് പൊട്ടത്തരം പറയുന്നോ? അവന്റെ കൈ പിടിക്കാൻ നിനക്ക് പറ്റൂടാ. എന്നിട്ടാ കൊല്ലാൻ പോകുന്നത്. ചേച്ചിയുടെ വീട്ടുമുറ്റത്തൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ തനിച്ചു പോയത്. എന്റെ കൂട്ടുകാരെ കൂടെ വിളിച്ചിരുന്നെങ്കിൽ അവൻ വിവരം പറഞ്ഞേനെ. നീ ഇപ്പൊ വേണ്ടാതീനൊന്നും കാണിക്കാൻ നിൽക്കണ്ട. ഒരു പ്രശ്നം ഉണ്ടായ ആളുകൾ വിവരം അറിയും. അതുണ്ടാവാതിരിക്കാനാ ഞാൻ പറയുന്നത്. എവിടുന്ന് ഒരു വരുത്തം വന്ന് എന്റെ പെങ്ങളുടെ വീട്ടിൽ അഴിഞ്ഞാടാൻ ഞാൻ സമ്മതിക്കത്തില്ല. 2 ആഴ്ചത്തെ കൂടെ നീ ഒന്ന് ക്ഷമിക്കടാ. അതിനപ്പുറം പോകത്തില്ല അവിടെ പ്രസവം നടക്കാൻ. അവൻ അവളെ കൊണ്ട് അങ്ങ് പൊയ്ക്കോളും. അതിനു മുമ്പ് എന്റെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിങ്ങൾ സമാധാനം പറയോ? നീ കരുതുന്ന പോലൊന്നും അല്ല.
അവൻ നല്ലവനാണെന്ന് അച്ഛനെ വിശ്വസിപ്പിക്കാൻ ചന്ദ്രയോട് മാന്യമായിട്ടാ പെരുമാറുന്നത്. അപ്പൊ നിങ്ങൾ അവനെ ന്യായീകരിക്കണല്ലേ? എനിക്കറിയാം നിങ്ങൾക്ക് പണം മാത്രം മതിയെന്ന്. എനിക്ക് കിട്ടുന്നതിൽ ഒരു പങ്ക് നിനക്കും ഉണ്ട്. എനിക്കൊരു പങ്കും വേണ്ട. നിങ്ങൾ അവനെ പറഞ്ഞു വിടുന്നോ ഇല്ലയോ എനിക്കിപ്പോ അറിയേണ്ട അതാ. നീ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഞാൻ വിചാരിച്ച എങ്ങനെ നടക്കൂടാ? അവനോട് ഏറ്റുമുട്ടാൻ എനിക്ക് പറ്റുമോ? നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. അവനെ ചന്ദ്രേച്ചയുടെ വീട്ടിലേക്ക് കൊണ്ടുപോരുന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടോ? നിങ്ങളത് ചെയ്യാതിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. എല്ലാത്തിനും കാരണക്കാര് നിങ്ങളാ. 50,000 രൂപ ഒന്നിച്ച് കണ്ടപ്പോ നിങ്ങളുടെ കണ്ണു തള്ളി. എടാ, നീ എന്നെ തെറ്റിദ്ധരിക്കല്ലേ. എന്റെ ചേച്ചിയുടെ മാനമാണ് എനിക്ക് വലുത്. അത് കഴിഞ്ഞേ എനിക്ക് എന്തോ ഉള്ളൂ. അവനെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. നീ എന്ത് ചെയ്യുമെന്നാടാ? ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞു തരണം. നിങ്ങളുടെ കള്ളക്കളി എല്ലാം ഞാൻ പൊളിക്കും. ഇനി ഒന്നിനും നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കാൻ വേണ്ട. വിശ്വേട്ടന്റെ മുഖം രക്ഷിക്കാനോ ന്യായീകരിക്കാനോ ശ്രമിക്കുന്നതല്ല ഞാൻ. തീർത്തും നിരപരാധിയാണ് വിശ്വേട്ടൻ. നെഞ്ചു വിരിച്ചു നിന്ന് അച്ഛനത് ഏറ്റു പറഞ്ഞത് അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെയല്ലേ? നിന്റെ അച്ഛന്റെ സ്വഭാവം നിനക്കറിയില്ലേ? നമ്മളൊരു കുറ്റം അടിച്ചേൽപ്പിക്കാൻ തുനിഞ്ഞാ അല്ലെന്ന് പറയില്ല. എന്തും വെട്ടി തുറന്നു പറയുന്നതുകൊണ്ട് മോള് തെറ്റിദ്ധരിച്ചതാ. ഇനി അതൊക്കെ പറഞ്ഞ നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടുവോ? എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടതായിരുന്നു ഞങ്ങൾ. ആ പാവം പെണ്ണിനെ കൊല്ലാതെ വിട്ടത് തന്നെ ഭാഗ്യം. ഇനി അവളെ കൊണ്ടുള്ള ശല്യം ആർക്കും ഇല്ലല്ലോ. ഹോസ്പിറ്റലിൽ നിന്നിറങ്ങിയ അവളെ നാട് കടത്തും. കുറച്ച് കാശ് കൊടുത്ത് നാട്ടിലേക്ക് പറഞ്ഞയക്കുമെന്ന് ഫൈസി പറഞ്ഞു കഴിഞ്ഞു. അതോടെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. അതിനേക്കാൾ വലിയ പ്രശ്നമല്ലേ നമ്മുടെ മുന്നിലുള്ളത്? പ്രഗ്നൻസിയെ പറ്റി ഇനി എന്തു പറയും? 6 മാസം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. 2-3 മാസം ആയിരുന്നെങ്കിൽ പറഞ്ഞു നിൽക്കെങ്കിലും ചെയ്യായിരുന്നു. മോളെന്താ ഒന്നും പറയാത്തെ? ഇല്ലാത്ത പ്രഗ്നൻസിയെ പറ്റി ഞാനെന്തിനു ടെൻഷൻ ആവണം? നീ എന്താ തമാശ പറയാ? എന്നോട് ചോദിക്കാൻ ആരും വരില്ല. മറുപടി പറയേണ്ടത് അമ്മയാണ്. അമ്മയ്ക്ക് എന്തു വേണമെങ്കിലും പറയാം. എന്താടാ നിന്റെ തീരുമാനം? അവൾ അത് വെച്ച് കണക്ക് ചോദിക്കാനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. അവള് പറഞ്ഞാൽ എന്ത് തെറ്റാ ഉള്ളത്? അവളുടെ വീട്ടുകാർക്ക് ഇതിൽ ഒരു പങ്കുമില്ല. അവരെ ഇതിൽ കൂട്ടുപിടിക്കാനും പറ്റില്ല. മരുമകളുടെ 6 മാസത്തെ ഗർഭത്തിന് അമ്മ തന്നെ മറുപടി പറയണം. ഓ, അപ്പോ നിങ്ങൾ കരുതിക്കൂട്ടി പകരം വീട്ടുകയാണല്ലേ? അച്ഛന്റെ കൈ അതിന്റെ പിന്നിലുണ്ടെന്ന് അങ്ങനെയില്ല അമ്മ സമ്മതിച്ചല്ലോ. ലേബർ റൂമിൽ വെച്ച് ആ കുഞ്ഞിനെ കൊന്നത് തന്നെയാ. കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ടെന്ന് ഫൈസി പറഞ്ഞതാ. അമ്മാളുവിന്റെ ജീവനെ കുറിച്ചായിരുന്നു അന്ന് സംശയം പറഞ്ഞത്. ഒടുവിൽ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങൾ വെറുതെ ഇരിക്കണോ? പകരം ഇത്രയെങ്കിലും ചെയ്യണ്ടേ? അവള് പറഞ്ഞതുപോലെ നിരഞ്ജനയുടെ 6 മാസം പ്രായമുള്ള ഗർഭം ആവിയായി പോയോ അലസിപ്പോയോ എന്ന് ഗീതാന്റി ഉൾപ്പെടെയുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ചുമതല അമ്മയ്ക്ക് മാത്രമാണ്. അയാള് വന്നില്ലേ? മാമൻ വന്നില്ല. ഓ ഈശ്വര, കാലൻ ആ വഴിക്ക് പോണേ. മാമന്റെ ബാഗ് ഇവിടെ ഉണ്ടല്ലോ. അമ്മ, അതിന്റെ അകത്ത് തോക്കുണ്ട്. മോള് കണ്ടോ? കണ്ടില്ല, മാമൻ പറഞ്ഞതാ. മാമൻ വരുന്നല്ലോ. ആ മാമന്റെ മക്കളെ, നീ ഒന്ന് നിക്കടി. എവിടെ ഓടുന്ന? നിക്കേ. ഇതെന്താ മാമ? ഇത് ചൂട് പൊറോട്ടയും ചിക്കൻ ഫ്രൈ. ഹായ് ചിക്കൻ. കണ്ടില്ലേടി പിള്ളേരുടെ സന്തോഷം? നീ അവർക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ?
വാങ്ങി തരില്ല മാമ. ഓശോ, മാമൻ പോകുന്നവരെ എന്റെ മക്കള് ചിക്കൻ തിന്നാ മതി. കൊണ്ടുപോയി കഴിച്ചു. ആ പിന്നെ ചേച്ചിക്കും വെച്ചേക്കണം. ആ ഡേ, ചെന്ന് പിള്ളേർക്ക് വിളമ്പി കൊടുക്കണേ. എനിക്ക് അർച്ചനയോട് ചില കാര്യങ്ങൾ സീരിയസ് ആയി സംസാരിക്കാനുണ്ട്. ആ അർച്ചന, നീ അങ്ങ് ക്ഷമിക്കേ. ഞാൻ ലേശം കഴിച്ചു. ഈ നാട്ടിലൊരു നിലയും വിലയൊക്കെ ഉണ്ടാക്കിയെടുക്കണ്ടേ? ഇവിടുത്തെ ചില മാന്യന്മാരെയൊക്കെ വിളിച്ചൊന്ന് സൽക്കരിച്ചു. ആ സുന്ദരേശന്റെ ഏർപ്പാടില്ല. നമുക്കിവിടെ ഒരു പിടി വേണ്ടേ? അതുണ്ടാക്കിയെടുക്കണം. അപ്പോ ഇവിടുന്ന് പോകുന്നില്ലേ? ആ അങ്ങനെ ചോദിക്കേ. ഇപ്പോഴെങ്കിലും നീ ഒന്ന് മിണ്ടിയല്ലോ. അവന്മാര് പറയുന്നത് ഇവിടെ കുറച്ച് ഭൂമി വാങ്ങണമെന്നാ. എന്താ നിന്റെ അഭിപ്രായം? നിങ്ങൾ ഭൂമി വാങ്ങുന്നതിന് എന്നോട് അഭിപ്രായം ചോദിക്കുന്ന എന്തിനാ? ആ പിന്നെ ആരോടാടി ചോദിക്കേണ്ടത്? ചന്ദ്രികയോടോ? അത് പിന്നെ കാർത്തു ചേച്ചിയോട് ചോദിക്കണം. ഓ അങ്ങനെ. അവള് വാങ്ങിയിടാനേ പറയൂ. അത് മുഴുവനും റബ്ബറാ. അതിന്റെ ആദായം അവൾക്ക് എടുക്കാലോ. നിങ്ങളെ ദയവേദി ഇവിടെ നിന്ന് പോണം. ഞാൻ വന്നത് നിനക്ക് രസിച്ചില്ലടി. എടി, നിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാണ് ഞാൻ വന്നത്. എന്നിട്ട് എന്നോട് നീ പോകാൻ പറയുന്നു? നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ചന്ദ്രി ചേച്ചിക്ക് ഇഷ്ടമല്ല. ഞാൻ നിൽക്കുന്ന അവൾക്ക് ഇഷ്ടമല്ല. പക്ഷേ എന്റെ പണം വാങ്ങി ചെലവ് നടത്താം. ചന്ദ്രി ചേച്ചി ഒരു പാവോ. മനസ്സെല്ലാം ഉണ്ടായിട്ടാ എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ ഇവിടെ നിർത്തില്ലായിരുന്നു. ചന്ദ്രി ചേച്ചിയെ വിഷമിച്ച് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ അവളെ നോക്കാതിരുന്നാ മതി. നിങ്ങൾ ഇപ്പൊ ഈ കാണിക്കുന്നതൊക്കെ ആത്മാർത്ഥതയോടെയാണെങ്കിൽ ഒന്ന് തിരിച്ചു പോണം. ഞാൻ കാരണം മറ്റൊരാൾ സങ്കടപ്പെടുന്നത് കാണാൻ എനിക്ക് വയ്യ. അതേ സങ്കടം എനിക്കും ഉണ്ടടി. നീ ഇങ്ങനെ കഷ്ടപ്പെടുന്ന അറിഞ്ഞിട്ടാ ഞാനും വന്നിവിടെ കിടക്കുന്നത്. ഒരു കീറ പുൽപ്പായം വിരിച്ച് വെറും നിലത്ത് കിടക്കേണ്ട എന്തെങ്കിലും കാര്യം എനിക്കുണ്ടോ? കൊട്ടാരം പോലത്തെ ഒരു വീടുള്ളവനാ ഞാൻ. എന്റെ പട്ടിക്കൂടി ഇതിലും ഭേദമാടി. നിന്റെ കാര്യം ഓർത്തുള്ള ടെൻഷൻ കൊണ്ടാ എല്ലാ പണിയും കളഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിന്റെ പേര് കഴിയാതെ ഞാൻ പോവില്ല. നിന്നെയും കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് പോകുന്ന കാര്യം ആലോചിക്കാം. എങ്കില് ഹോട്ടലിലൊരു മുറി എടുത്ത് താമസിച്ചൂടെ? അതിനാണെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? നീയേ ഇപ്പൊ ചന്ദ്രികയുടെ സങ്കടമൊന്നും നോക്കണ്ട. ചന്ദ്രികയ്ക്ക് ഞാൻ നല്ലൊരു തുക കൊടുത്തിട്ട് ഇവിടുന്ന് പോകും. അപ്പോ ഇപ്പോഴത്തെ അവളുടെ വിഷമമൊക്കെ അങ്ങ് മാറും. ആ നീ എന്ന് കുറച്ച് വെള്ളവും ഒരു ഗ്ലാസ് എടുത്തുണ്ടോ? ആ ചെല്ലടി. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്? എത്ര തവണ വിളിച്ചെന്നോ? ഒന്ന് ഫോൺ എടുക്കാൻ പോലും നീ കൂട്ടാക്കിയില്ല. കുശലം പറയാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനെന്ന് നിനക്കറിയില്ലേ സ്നേഹ? ഞാൻ ചെന്ന് പെട്ടിരിക്കുന്ന ആപത്തിന്റെ ആഴം എത്ര വലുതാണെന്ന് നിനക്കെങ്കിലും അറിയില്ലേ? നിന്റെ കാര്യത്തിൽ ടെൻഷൻ എനിക്കുള്ളതുകൊണ്ടല്ലേ നിന്നെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഇനി എന്താ നിങ്ങളുടെ പ്ലാൻ? എല്ലാവർക്കും അറിയേണ്ടത് അതുതന്നെയാ. ഇനി എന്താ പ്ലാൻ എന്ന്? എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചവർ തന്നെ എല്ലാത്തിനും പരിഹാരം കാണട്ടെ. ആര് കൊണ്ടെത്തിച്ചെന്ന നിരഞ്ജന പറയുന്നത്? നീ കരുതുന്ന പോലെ ഒരു ചതിയും നടന്നിട്ടില്ല. നിനക്കതല്ലേ പറയാൻ പറ്റൂ? ഫൈസിയുടെ മുഖം രക്ഷിക്കണം. കുഞ്ഞിന്റെ മരണത്തിന് വിശ്വനാഥൻ സാറിന് പങ്കില്ല. നിനക്കതെങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയും? കുഞ്ഞ് അമ്മാളവിന്റെ വയറ്റി വെച്ച് മരിച്ചെന്ന ഡോക്ടർ പറഞ്ഞത്. ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഫൈസിക്ക് അത് വിശ്വസിച്ചേ തീരൂ. നിനക്കും. ഫൈസി നിരപരാധിയാണെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ എന്താണ് സംഭവിച്ചതെന്നും ഫൈസിക്കറിയാം. ഞാൻ ഫൈസിയെ ഒരു കാലത്തും കുറ്റപ്പെടുത്തില്ല. എനിക്കിതൊന്നും പറഞ്ഞിട്ടില്ല. അമ്മയാവാനുള്ള കഴിവില്ലെങ്കിലും ഒരു കുഞ്ഞു കയ്യിലേക്ക് വന്നതായിരുന്നു. ദൈവം അതും തട്ടിത്തെറിപ്പിച്ചു. എന്റെ ദുർവിധിക്ക് ഞാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യമുള്ളേ? ഇതിന്റെ പേരിൽ നീ എന്തെങ്കിലും അവിവേകം കാണിക്കുമെന്നാ ഫൈസിക്ക് പേടി. അങ്ങനെ ഒരു പേടിയും വേണ്ടെന്ന് ചെന്ന് പറഞ്ഞേക്ക്. ഇനി ഞാൻ എന്ത് ചെയ്യാനാ? അമ്മാളുവിനെ കൂടെ നഷ്ടപ്പെട്ടെങ്കിൽ ഞാനിത് വെറുതെ വിടില്ലായിരുന്നു.
കുഞ്ഞില്ലാതായതോടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചില്ലേ? ഇനി അവക്കൊരു ജീവിതം ഉണ്ടാവട്ടെ എന്നാ എന്റെ പ്രാർത്ഥന. സത്യമാ നിരഞ്ജന പറയുന്നത്. ആ പെൺകുട്ടി അത്രയ്ക്ക് അനുഭവിച്ചു. ഒരു കളങ്കം കഴുകിക്കളഞ്ഞ പോലെ അവൾക്കും ഇത് മറക്കാൻ കഴിയും. അവളെ ഡിസ്ചാർജ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ ഫൈസിയുടെ തീരുമാനം? സിസേറിയനല്ലേ നടന്നത്. 2 മാസത്തെ പരിചരണമെങ്കിലും കിട്ടണം. അത് കഴിഞ്ഞ് അവളെ നാട്ടിലേക്ക് വിടാനാ തീരുമാനം എന്നാ ഫൈസി പറഞ്ഞത്. നല്ലത്. അവൾ ഈ നാട്ടിൽ നിന്ന് പോയി രക്ഷപ്പെടട്ടെ. എന്ത് ചെയ്യാനാ നിന്റെ തീരുമാനം നീ ഇപ്പോഴും പറഞ്ഞില്ല? മനസ്സൊന്ന് ശാന്തമാവട്ടെ, എന്നിട്ട് ആലോചിക്കാം. സമയം ഒരുപാട് വൈകി. വാ നമുക്ക് പോവാം. ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, നീ പോയിക്കോ. ഷീജി ഈ വഴി വരും. ശരി. അത്താഴത്തിന് നേരം ആയില്ലടി. നിങ്ങൾ അവിടെ ചെന്നിരിക്കും. ആ, തിരക്കൊന്നുമില്ല. നിന്റെ പണി കഴിഞ്ഞിട്ട് മതി. അർച്ചന പറയുന്നത് ഞാനും കേട്ടു. നിങ്ങൾ വല്ല ലോഡ്ജിലും പോയി താമസിക്കും. അവൾക്ക് ആശുപത്രി പോകാറാകുമ്പോൾ കാർത്തിയാനി നിങ്ങളെ വിളിക്കും. അന്നേരം നിങ്ങൾ ആശുപത്രി ചെല്ലും. ഞാനിവിടെ താമസിക്കുന്നോണ്ട് നിനക്ക് എന്താടി വിഷമം? ആരെങ്കിലും നിന്നെക്കുറിച്ച് പേരുദോഷം പറയുന്നുണ്ടോ? എങ്കിൽ നീ പറ, ഞാൻ പോവാം. നിനക്ക് ചെലവിന് തരുന്ന ഞാനാണെന്ന് ഈ നാട്ടിൽ ഒരുത്തനും പറയില്ല. ഞാൻ നിന്റെ സഹോദരനാണെന്ന എല്ലാവരും വിശ്വസിക്കുന്നത്. നീ പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്ക്. നിന്നെ നോക്കാൻ ഒരുത്തനും തയ്യാറാവില്ല. മാമൻ പോവല്ലേന്നാ നിന്റെ മക്കൾ പോലും പറയുന്നത്. അർച്ചനയ്ക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാനൊന്ന് താന്നു കൊടുക്കുന്നത്. നീ അവളുടെ കൂടെ നിൽക്കേണ്ടവളല്ല. എന്റെയും കാർത്തിയാനിയുടെയും കൂടെ വേണം നീ നിൽക്കാൻ. 2 പെമ്മക്കളാ നിനക്ക്. അവരെ നല്ല നിലയിൽ എത്തിക്കണ്ടേ? ഇങ്ങനെ കൂലിപ്പണിയും ചെയ്ത് ജീവിച്ച പിള്ളേരൊരു കരയിലെത്തിക്കാൻ പറ്റുമോ? അതിനാ നീ കുറച്ച് ബുദ്ധി കാണിക്കേണ്ടത്. ചോപ്പ് കണ്ട കാളെ പോലെ നിൽക്കാതെ നീ ഒന്നും മെരുങ്ങടി ചന്ദ്രികയെ.